ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് കരുതാണ്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗിൽ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇതാ വൈകുന്നേരം പാറക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടുണ്ട്. അവൾ വൈകുന്നേരമാണ് കേട്ടോ കുളിക്കുക. മുടി ഇങ്ങനെ വായിലേക്ക് കൊണ്ടുവന്നൊരു ടെൻഡൻസി ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞുകൊണ്ട് ഞാൻ മുടി കെട്ടി കൊടുക്കുന്നതിനോട് രാവിലെ കുളിക്കാറില്ല, മേല് കഴുകിയിട്ടാണ് പോവുക. അപ്പോൾ വൈകുന്നേരം വന്നൊരു കുളിയൊക്കെ കുളിച്ച് ഇതാണ്ട് ഉടുപ്പിടാത്ത പാറക്കുട്ടി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ വേഗം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെൻ്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സൗന്ദര്യമൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. അവൾക്ക് തരി കാച്ചിയത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തരി കാച്ചിയത് ഉണ്ടാക്കുന്നത്. തരി കാച്ചിയെന്ന് പറഞ്ഞാൽ സൂചിറവ കുറുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് തരി കാച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടേക്കൊക്കെ എങ്ങനെയാണ് പറയാൻ നമുക്ക് അറിയാമല്ലോ, ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഓരോ നാട്ടിലേക്ക് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ അത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. അതിൽ അവൾ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ആണ് പാടുന്നത്, എന്നാലും ഒരു പാട്ടാണ് കരുതാം കേട്ടോ. അപ്പോൾ ഞാനത് മൈൻഡ് വെക്കാതെ നിന്നാണ് കേട്ടോ. പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ കൂടെ അവൾ പാടിക്കോട്ടെ, നമ്മളെ എല്ലാം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. കാരണം എന്താ വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു അല്ലേ ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ മിണ്ടാതിരുന്ന. പാട്ട് പാടിക്കോട്ടെ എന്ന്. പിന്നെ അതാ എന്താ പറയുക, തരിയൊക്കെ ആയി ചൂടാറാനൊന്നും നേരമില്ല കേട്ടോ. ആൾ വേഗം എടുത്ത് കഴിക്കുകയാണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ ഉറങ്ങി എണീച്ചാലും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 4:30 ആകുമ്പോൾ അവൾ കിടന്നുറങ്ങി. വൈകുന്നേരം ഉറക്കുന്ന അത്ര നല്ല ശീലമല്ല എന്നറിയാം, പക്ഷേ വൈകുന്നേരം ഈ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു സ്വഭാവക്കേടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഉറക്കും. കാരണം രാത്രി അവൾ പഠിക്കാനിരിക്കുമ്പോൾ തൂക്കൽ കിട്ടിയ കോഴീൻ്റെ കൂട്ടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരിത്തിരി നേരം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതും. പിന്നെ അവൾ ഉറങ്ങിയതിന് ശേഷം വേഗം വന്ന് മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി. പിന്നെ അകവും കൊലായൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട്, കൊലായി മാത്രമാണ് തുടയ്ക്കുന്നത്. കാരണം നമ്മളെപ്പോഴും കയറി ഇറങ്ങുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് കൊലായി മാത്രം വേഗം തുടയ്ക്കുകയാണ്. കാരണം അസ്തമയം വേഗം ആയതുകൊണ്ടാണ്. ഇപ്പോൾ വിളക്ക് വെക്കേണ്ട സമയം നേരത്തെ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കാമെന്ന് കരുതിയത്. അപ്പോൾ അതിന് ശേഷം വന്ന് വേഗം ഒരു കുളി കുളിച്ചു കേട്ടോ. കാരണം അപ്പം തന്നെ ഒരു 5:20 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ഇനി ഒരുപാട് വൈകണ്ടിൽ വെച്ചിട്ട് വേഗം പോയി കുളിച്ചതാണ്. കുളിച്ച് വന്നപ്പോൾ വീണ്ടും അടുത്തുള്ള മോള് വന്നിട്ടുണ്ടായിരുന്നു. അവളോട് കുറച്ച് ലാത്തി അടിച്ച് നിൽക്കുകയാണ്. തുടയ്ക്കുന്ന തുണി നാട്ടുകാരെ വീട്ടുകാരെ കണ്ട് നിങ്ങൾ പേടിക്കും. ഫോൺ എടുക്കട്ടെ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ അവൾ ഫോൺ എടുക്കണം എന്നൊക്കെ പറയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ 2 ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം എന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കി കേട്ടോ. ഇനി അവൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് കാണുമ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം വിളക്കൊക്കെ തുടച്ചു. പിന്നെ ഏതാണ്ട് തിരി ഇടുകയാണ്. തിരി ഇട്ട് വെക്കാം കേട്ടോ വേഗം വിളക്കിൽ കരുതി. കാരണം ആ വിളക്കിൻ്റെ സമയത്ത് തിരി ഇടാൻ നിന്നാൽ ഒരുപാട് ടൈം വൈകുമല്ലോ. കാരണം നേരത്തെ അസ്തമയം ഉള്ളതുകൊണ്ട് നമ്മൾ വിളക്ക് വെക്കാൻ ഒരുപാട് വൈകലോ കരുതിയിട്ട് നേരത്തെ തിരി ഇട്ട് വെച്ചതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല മഴയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇല്ലല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്ത് വേഗം നല്ല ഇടിയും മഴയാണ്. എന്ത് ചെയ്യാൻ, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പാറക്കുട്ടി എണീച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.